പശ്ചിമേഷ്യയിൽ 2 ദിവസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനം. അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായി. നാളെ ദോഹയിൽ തുടർ ചർച്ചകൾ നടക്കും. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ചാകും നിർണായകമാകുന്ന ചർച്ച പൂർത്തിയാകുന്നതുവരെ കപ്പലുകളെ സ്വതന്ത്രമായി കടത്തിവിടുക എന്നതാണ് ഇപ്പോഴത്തെ ധാരണ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജുവാണ് ചേരുന്നത്. അജയ്, വീണ്ടും പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങൾ. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത ആശങ്ക തന്നെയാണ് നിലനിന്നിരുന്നത്. പ്രധാനമായിട്ടും ഈ കടലിടുക്കിലൂടെ ഇറാന്റെ നിർദ്ദേശം പാലിക്കാതെ കടന്നുപോയിട്ടുള്ള കപ്പലുകൾക്ക് നേരെ ഇറാൻ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അതിന് ബദലായിട്ട് അമേരിക്ക പ്രത്യാക്രമണം ഇറാനിലേക്ക് നടത്തുന്നു. ഇറാന്റെ ഏതാണ്ട് 10ഓളം സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി എന്നായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. ഈ 2 ദിവസത്തെ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ നേരിയ ഒരു അയവുണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ഖത്തറിന്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ വെച്ച് അമേരിക്കയ്ക്കും ഇറാനുമിടയിലെ സമാധാന ചർച്ചകൾ നടക്കും എന്നാണ് വിവരം. ഇരു രാഷ്ട്രങ്ങളും അതുവരെ വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. നാളെ ദോഹയിൽ വെച്ച് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കും ചർച്ചയാകുന്നത് എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ആക്സിയോസ് ന്യൂസും അതുപോലെ റോയിറ്റേഴ്സും 2 ന്യൂസ് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടുകളിലും ചെറിയ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ആക്സിയോസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ 14 ധാരണാപത്രങ്ങളിലെ അമേരിക്കയും ഇറാനും ഇതിനോടകം തന്നെ ഒപ്പിട്ടിട്ടുള്ള 14 ധാരണാപത്രങ്ങളിലെ എല്ലാ വിഷയങ്ങളും നാളെ ചർച്ച ചെയ്യില്ല. പകരം ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം മാത്രമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നിലനിൽക്കുന്നത്. അതായത് ഇതുവഴിയുള്ള ഗതാഗതം അത് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാകണം, ഇറാൻ പറഞ്ഞിട്ടുള്ള പാതയിലൂടെ മാത്രമേ കപ്പലുകൾക്ക് കടന്നു പോകാവൂ. അത്തരം വിഷയങ്ങൾ മാത്രമാകും നാളെ ചർച്ചയിലെടുക്കുക. മറ്റു കാര്യങ്ങൾ പിന്നീടാകും ചർച്ചയിൽ വരിക എന്നാണ് ആക്സിയോസ് ന്യൂസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 14 വിഷയങ്ങളിലുള്ള എല്ലാ പോയിന്റുകളും നാളെ ചർച്ചയിൽ വരുന്നുണ്ട്. അതിൽ ഹോർമുസിൻ്റെ വിഷയം കുറച്ചുകൂടി പ്രാധാന്യത്തിലെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഈ ആഴ്ച സ്വിറ്റ്സർലൻഡിൽ വെച്ച് 2ാം ഘട്ട തുടർ ചർച്ചകൾ നടക്കാനിരിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലായിരുന്നു ആ ചർച്ചകൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പുതിയ സംഘർഷങ്ങൾ ഉണ്ടായത് കാരണം ഈ ചർച്ച മാറ്റിവെക്കുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കാനിരുന്ന ചർച്ചയുടെ ഒരു പ്രധാന വിഷയം ഇറാന്റെ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന പുതിയ സാഹചര്യങ്ങൾ കാരണം ചർച്ച ഹോർമുസ് കടലിടുക്കിലേക്ക് വഴിമാറി. അത് കാരണം തന്നെയാണ് നാളെ ദോഹയിൽ വെച്ച് പുതിയ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇറാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ അതുമല്ലെങ്കിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ സ്ഥിരീകരണങ്ങളും വന്നിട്ടില്ല. ആക്സിയോസ് ന്യൂസും റോയിറ്റേഴ്സും മാത്രമാണ് നിലവിൽ ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില സ്ഥിരീകരണങ്ങൾ കൂടി വരേണ്ടതുണ്ട്. അമേരിക്കയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടി ഇത്തരം കാര്യങ്ങളെ ശരിവെക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി കനത്ത ആശങ്ക തന്നെയാണ് നിലനിന്നിരുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ബദലായിട്ട് ഇറാൻ ഗൾഫ് നാടുകൾക്ക് നേരെ വീണ്ടും തിരിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബഹ്റൈന് നേരെയും കുവൈറ്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ബഹ്റൈനിൽ ഒരു 2 നില കെട്ടിടം തകർന്നു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ അവിടങ്ങളിൽ ആൾനാശമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തീർത്തും ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. ലോകം എന്തായാലും പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കിക്കാണുന്നത്. വലിയ സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട്. ഒരു താൽക്കാലിക ധാരണയിലേക്കും ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.